ഇന്ന് നല്ല മഴയുള്ളൊരു ദിവസമാണ്. ഇനിയിപ്പോൾ ഇതെന്നും പറയേണ്ടി വരുമെന്ന് തോന്നുന്നില്ല. കാരണം എല്ലാ ദിവസവും മഴയായിരിക്കുമല്ലോ. കാലവർഷം ഇങ്ങ് എത്തിയെന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ ഇന്ന് ഒരു കയറിക്കൂടലുണ്ട് കേട്ടോ. അതിന് പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. ഇപ്പോൾ രാവിലെ തന്നെ മെഷീനിൽ കയറി ഇരുന്നിട്ടുണ്ട്. നമുക്ക് മുഹൂർത്ത സമയത്താണല്ലോ ഓരോ പണികൾ മുന്നിൽ വരിക. അപ്പോൾ എൻ്റെ ചുരിദാർ ഒന്ന് ചെറുതാക്കാമെന്ന് ഓർത്തിരുന്നതാണ് കേട്ടോ. ഈ പണികളെല്ലാം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആ മഹാസത്യം തിരിച്ചറിയുന്നത്. സൂചി ഒരെണ്ണം പോലും ഇല്ല. അവസാനം കിട്ടിയ ഉടുപ്പ് കയ്യിലിട്ടിട്ട് വേഗം റെഡിയായി പോകാൻ ഇറങ്ങിയിട്ടോ. വേഗമൊന്നുമല്ല, ഒത്തിരി സമയം പോയിട്ടോ. മക്കളെല്ലാം റെഡിയാക്കി പെറുക്കി വന്നപ്പോഴത്തേക്കും ഒത്തിരി സമയം പോയേ. പോകുന്ന വഴിക്ക് ഒരു ചെരുപ്പ് വാങ്ങാൻ കയറിയിട്ടുണ്ടായിരുന്നേ. ഇത് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള കടയാട്ടോ. നമുക്ക് ഏറ്റവും അടുത്ത് എല്ലാ സാധനങ്ങളും ഒന്നിച്ച് കിട്ടുന്നൊരു കടയാട്ടോ ഇത്. അപ്പോൾ അവിടുന്ന് ഓരോ ചെരുപ്പായിട്ട് നോക്കി നോക്കി എടുക്കുന്നുണ്ട്. നല്ല തിരക്കാണ്. സ്കൂൾ സീസണൊക്കെ ആയല്ലോ. ഇപ്പോൾ നല്ല തിരക്കാണ്. അനിയൻ ഇവിടെയാട്ടോ ജോലി ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെരുപ്പ് നോക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ്. മോളാട്ടോ വീഡിയോ എടുക്കുന്നത്. അതാണ് തലങ്ങും വിലങ്ങും എല്ലാം കാണുന്നത്. അപ്പോൾ ഇതാ ഈ ചെരുപ്പാട്ടോ ഞാൻ എടുത്തത്. അങ്ങനെ ചെരുപ്പൊക്കെ എടുത്ത് പിന്നെ പോകാൻ വേണ്ടി തുടങ്ങുകയാണ്. ഓട്ടോ കൂട്ടി വന്നിട്ട് ഒരുപാട് വെയിറ്റിംഗ് ആവുകയും ചെയ്തു കേട്ടോ. അപ്പോൾ ഇതാണ് കട. നമ്മുടെ നാട്ടിലെ ഏകദേശം ഏറ്റവും വലിയ കട എന്ന് തന്നെ പറയാം കേട്ടോ. എല്ലാ സാധനങ്ങളും അവിടെ തന്നെ കിട്ടും. അവിടെ മാത്രമേ പോണ്ടി വരാറുള്ളൂ. അപ്പോൾ ഇതാ നമ്മൾ മഞ്ചിച്ചാൽ, അശോകച്ചാൽ, മഞ്ചിച്ചാൽ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ കയറിക്കൂടലുണ്ടായിരുന്നത്. ഒരുപാട് പേരൊന്നും ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം കുറച്ച് പേരേ ഉണ്ടായിരുന്നുള്ളൂ. മഴയായതുകൊണ്ട് തന്നെ ആൾ കുറവായിരുന്നു കേട്ടോ തീരെ. അപ്പോൾ ഞങ്ങൾ പോയപ്പോൾ ഒരു ഉച്ചയായിട്ടുണ്ട്. ഉച്ചയ്ക്ക് ഇത്ര ആളാണ് കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല വീടാണ് കേട്ടോ. പണികളെല്ലാം ഒന്നും തീർന്നിട്ടില്ല. എങ്കിലും മഴക്കാലം ആകുന്നതിന് മുമ്പേ അവർ കയറിക്കൂടിയതാണ് കേട്ടോ. അങ്ങനെ കുഞ്ഞുമണിയും വല്യമണിയൊക്കെ നല്ല കളിയിലാണ് കേട്ടോ. മോനിതാ കുറേ ഗോപികമാരുടെ നടുക്ക് കൃഷ്ണൻ എന്ന പോലെ മോനിരിപ്പുണ്ട്. എല്ലാം പെൺപിള്ളേരായിരുന്നു കേട്ടോ. അതിനിടയ്ക്ക് ഒരു ആൺകൊച്ചെന്ന് പറയാൻ ഇവനെ ഞാൻ കണ്ടുള്ളൂ. അങ്ങനെ അവന് കിട്ടിയൊരു കമ്പനിയാണ് കേട്ടോ ഇത്. ഏട്ടൻ്റെ മോളാണേ. ഇവരൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ മോനെ അധികം നോക്കേണ്ടി വന്നില്ല കേട്ടോ. മോൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആരുടെയും കയ്യിൽ പോകില്ല മോൻ. അമ്മ 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 എന്നും പറഞ്ഞ് എൻ്റെ അടുത്ത് തന്നെ ഇരിക്കും കേട്ടോ. ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് വലിയ ബുദ്ധിമുട്ടാണ്. ഒരാൾ കൈമാറി എടുക്കാൻ ഉണ്ടെങ്കിൽ തന്നെ അവൻ പോകില്ല എന്നാകുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ അതങ്ങനെ കളിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഇതാ ബിരിയാണി ആയിരുന്നു കേട്ടോ. അപ്പോൾ മോന് ഞാൻ കഴിച്ചതിന് ശേഷം ചോറ് വാരി കൊടുത്തിട്ടുണ്ട്. കഴിക്കുന്നേ ഇല്ലായിരുന്നു. ഒരുപാട് നിർബന്ധിച്ചൊരു 2 വാര് കഴിച്ചു കേട്ടോ. അപ്പോൾ നല്ല മഴയാണ്, അടിപൊളി മഴയാണ്. ഈ പ്രദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ ടൗൺ ഏരിയയിലൊന്നും അല്ല താമസിക്കുന്നത്. അത്യാവശ്യം ഗ്രാമപ്രദേശത്താണ് താമസിക്കുന്നത്. അവിടുന്നും ഉള്ളോട്ട് മാറി ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. കുറച്ചും കൂടെ ഒരു ഗ്രാമത്തിൻ്റെ തനതായ ഏരിയ എന്ന് പറയാം കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഒരു 3 മണി 3:30 ആയപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ബിരിയാണി കഴിച്ചുകൊണ്ട് തന്നെ ഭയങ്കര വെള്ളം ദാഹമായിരുന്നു കേട്ടോ. അപ്പോൾ വന്നപാട് ഒരു കുടം വെള്ളം അങ്ങ് കമത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞതാ ചായ ഇടുകയാണ്. ചായ കുടിക്കുന്നതൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് അടുത്ത വീട്ടിനടുത്തുള്ളൊരു കൊച്ചു നഴ്സിങ്ങിന് പഠിക്കുന്നൊരു കുട്ടിയാണ്. അവൾക്ക് നാളത്തേക്ക് 2 ഡ്രസ്സ് തയ്ച്ച് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ നമ്മൾ നോക്കിയപ്പോൾ സൂചി ഉണ്ടായിരുന്നില്ലല്ലോ. വരുന്ന വഴിക്ക് മേടിക്കണം എന്ന് ഓർത്തിട്ട് അതും നടന്നില്ല, മറന്നുപോയിട്ടോ. അപ്പോൾ സൂചി വാങ്ങാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ടൗൺ വരെ ഒന്ന് പോവുകയാണ്. ടൗൺ മീൻസ് നമ്മുടെ നാട്ടക്കല്ലിൽ ഒരു കടയിലേക്ക് പോവുക കേട്ടോ. അപ്പോൾ അങ്ങനെ പോയി സൂചി മേടിച്ചിട്ട് വന്നാലേ ആ കൊച്ചിന് തയ്ക്കേണ്ടത് തയ്ച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. കുട്ടിക്ക് നാളെ തന്നെ പോകേണ്ടതാണ്. അതുകൊണ്ടാണ് ഇത്ര അത്യാവശ്യപ്പെട്ട് പോകുന്നത്. ഇനിയിപ്പോൾ വേറെ എവിടെയും പോയി തയ്ക്കാനും പറ്റില്ല. നേരെ സന്ധ്യയായി കേട്ടോ. അപ്പോൾ അങ്ങനെ സ്കൂട്ടി എടുത്ത്, മഴ ഇപ്പം കുറേ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് പോകാൻ പറ്റിയില്ല. എന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല, പോക്ക് നടക്കുകയില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ആ ഏരിയയിലുള്ളൊരു കടയാണ്. അവിടെ പോയിട്ട് ഒരു 3-4 സൂചി വാങ്ങിയിട്ടുണ്ട്. സൂചിക്ക് തന്നെ എന്താ വിലയല്ലേ. മിഷൻ സൂചിക്ക് ഒരെണ്ണത്തിന് 5 രൂപ വെച്ച് കൊടുത്തിരുന്നേ. അപ്പോൾ വന്നപാട് ഇതാ വണ്ടി പിന്നെ മൂടിയൊക്കെ വെക്കുകയാണ്. എത്ര നാളത്തേക്ക് കാണുമോ എന്തോ. ഇന്നലെ കഴുകിയതിൻ്റെ പവറാട്ടോ ഈ കാണുന്നത്. ഒന്നും പറയണ്ട. ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു തുള്ളി കാറ്റടിക്കുമ്പോഴത്തേക്കും മൊത്തം പൊടിയും ഈ വണ്ടിയിൽ വരും കേട്ടോ. പിന്നെ ബ്ലാക്ക് കളറായതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് ആ പൊടിയും കാര്യങ്ങളെല്ലാം കാണുകയും ചെയ്യും. ഇത് ഡെയിലി എന്ന് പറയുന്ന പോലെ തുടയ്ക്കാൻ നമ്മുടെ കയ്യിൽ സമയം ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ മൂടി വെക്കലേ നടക്കുകയുള്ളൂ. ഈ ഷീറ്റ് ഞാൻ ഓൺലൈനിൽ മേടിച്ചതാണ് കേട്ടോ. ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. മൊത്തം മൂടിയിരുന്നോളൂ കേട്ടോ. ആ ഗ്ലാസ്സിന് അതുപോലെ കവർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇങ്ങനെയൊന്നും കാറ്റ് വന്നാൽ പോവുകയില്ല കേട്ടോ. അപ്പോൾ എല്ലാം മൂടി പെറുക്കി വെച്ചിട്ട് ഇനിയിപ്പോൾ
അത്യാവശ്യം പണികളൊക്കെ ഉണ്ട്. രാവിലെ നേരത്തെ പോയതാണല്ലോ, അതുകൊണ്ട് ഇനി എല്ലാ പണികളും ഉണ്ട്. അപ്പോൾ അകമൊക്കെ ഒന്ന് അടിച്ച് തുടച്ച് അതേപോലെ മിറ്റം എല്ലാം ഒന്ന് അടിച്ചിടുന്നുണ്ട്. മിറ്റം അടിക്കണ്ടെന്ന് കരുതിയതാണ് കേട്ടോ. പക്ഷേ ആ ഒരു തരം മഴപ്പാറ്റയില്ലേ, ആ മഴപ്പാറ്റയുടെ ചിറകും കാര്യങ്ങളൊക്കെ ആയിട്ട് മിറ്റം എല്ലാം ഭയങ്കര വൃത്തികേടായിട്ട് കിടക്കുമായിരുന്നു കേട്ടോ. പിന്നെ അടിച്ചടിച്ച് വന്നപ്പോഴത്തേക്കും മൊത്തത്തിലങ്ങ് അടിച്ചിട്ടേക്കാന്ന് വിചാരിച്ചു. അല്ലാണ്ട് ഒരു ഭാഗം മാത്രം അങ്ങനെ അടിച്ചടിച്ച് ആ പറമ്പ് മൊത്തം ഞാൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. ഒന്നും പറയണ്ട, ഒരുപാട് മിറ്റം ഉള്ളതുകൊണ്ട് തന്നെ ഇത് അടിക്കലും പെറുക്കലും തന്നെ വലിയ പണിയാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് അകമെല്ലാം ഒന്ന് തൂത്ത് പെറുക്കിയിട്ട് എന്തായാലും ഇവിടെ എല്ലാം ഈർപ്പം തങ്ങി നമ്മൾ ചവിട്ടുമ്പോഴത്തേക്കും അതിലെല്ലാം കാൽപ്പാടും ഒക്കെ ആയി ഭയങ്കര വൃത്തികേടായിട്ട് കിടക്കുവേ. ഇതൊക്കെ കഴിഞ്ഞ് കുളിച്ച് വന്നപ്പോഴത്തേക്കും അതിനിടയ്ക്ക് ആ കൊച്ചു വന്ന് തയ്ച്ചിട്ടെല്ലാം പോയിട്ടുണ്ട് കേട്ടോ. കുളിച്ച് വന്നപ്പോഴാണ് ഓർത്തത് കറികളൊന്നും ആക്കിയിട്ടില്ലെന്ന്. രാവിലെ ചോറൊക്കെ വെച്ച് റൈസ് കുക്കറിൽ വെച്ചിട്ട് പോയേ, ചോറുണ്ട്. അപ്പോൾ വന്നിട്ട് വേഗം കുറച്ച് ഉണക്ക് പയറെടുത്തിട്ട് വേവിച്ച് വെച്ച്, പിന്നെ അത് കടുക് വറുത്ത് ഒരു മെഴുക്ക് പുരട്ടി പോലെ ആക്കിയേ. അതിനിടയ്ക്ക് ഇച്ചിരി തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും ഒക്കെ കൂടി ഇട്ട് അരച്ച് ഒരരപ്പാക്കിയിട്ട് തൈരുണ്ടായിരുന്നുകൊണ്ട് തന്നെ ആ തൈര് അതിലോട്ട് ഒഴിച്ച് ഒരു പുളിശ്ശേരി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കഷ്ണങ്ങളൊന്നും ചേർത്തിട്ടില്ല. കഷ്ണങ്ങൾ ചേർത്താലും ഞാൻ മാത്രമേ കഴിക്കുള്ളൂ കേട്ടോ. ഇതുപോലെ ചാറാക്കി വെച്ചാൽ മാത്രമേ കാര്യമുള്ളൂ, ഇല്ലെങ്കിൽ കഷ്ണം മൊത്തം ഞാൻ തന്നെ കഴിക്കേണ്ടി വരും. അങ്ങനെ അതും ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പം അതിന് കടുക് വറുത്തിടുകയാണ്. ഉലുവയും കടുകും വറ്റൽ മുളകും കുറച്ച് ചുവന്നുള്ളി കുറച്ച് കറിവേപ്പില, ഇത്രയാണ് കടുക് പൊട്ടിച്ചത്. ഇനി കടുക് പൊട്ടിച്ച് അതിലോട്ടൊക്കെ ഒഴിക്കുകയാണ്. അതിനിടയ്ക്ക് മുള്ളമ്മയും വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കറികളെല്ലാം ആയി കേട്ടോ. അങ്ങനെ കറികളൊക്കെ ആയതൊക്കെ ഒന്ന് തുറന്ന് കാണിക്കുക കേട്ടോ. പയർ മെഴുക്ക് പുരട്ടി, പുളിശ്ശേരി, പിന്നെ ഉണക്കമീൻ വറുത്തത്. ഇനിയിപ്പം നമുക്ക് കറണ്ട് പോകുന്നതിന് മുമ്പ് നല്ല മഴയായതുകൊണ്ട് തന്നെ എപ്പോൾ കറണ്ട് പോകുമെന്ന് അറിയില്ല. അതിന് മുമ്പ് ഈ അരിയെല്ലാം ഒന്ന് അരച്ച് വെക്കാം കേട്ടോ. രാവിലത്തേക്ക് എളുപ്പമായല്ലോ. ഇനി പുളിക്കോ ഇല്ല എന്നുള്ള കാര്യം അറിയില്ല, കാരണം ഒത്തിരി രാത്രി ആയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് അടച്ചു വെക്കുകയാണ്. അടച്ചു വെച്ചതിന് ശേഷം മോക്ക് ചോറ് കൊടുത്തിട്ടുണ്ട്. നല്ല പുളിശ്ശേരിയും ഉണക്കപ്പയർ മെഴുക്ക് പുരട്ടിയും അതുപോലെ മുള്ളൻ വറുത്തതും ഉണ്ട് കേട്ടോ. അങ്ങനെ അവൾക്ക് ചോറ് കൊടുത്തതിന് ശേഷം ഞാൻ ഇന്ന് രാത്രിത്തേക്ക് ഒരു ക്രീം ബന്നിൽ ഒതുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.